എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9ലെ സ്പർശ് 1ലെ ഗദ്യഖണ്ഡിലെ 3ാമത്തെ ചാപ്റ്ററായ തും കബ് ജാവോഗെ അതിഥിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ശരത് ജോഷിയാണ്. അദ്ദേഹം ഒരു ഹാസ്യ കഥാകൃത്തായിരുന്നു. അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വിഷയത്തെ വളരെ ഹാസ്യ രൂപത്തിൽ അവതരിപ്പിക്കുകയും അതൊരു നർമ്മ രസത്തോടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യുമായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നും കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ഹാസ്യ രൂപത്തിൽ അദ്ദേഹം അത് എഴുതുകയും, പക്ഷെ അതിൽ അങ്ങനെ ഹാസ്യരൂപത്തിൽ പറയുമെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു അർത്ഥവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കവിയായിരുന്നു നമ്മുടെ ശരത് ജോഷി. അപ്പോൾ അദ്ദേഹം ഈ ചാപ്റ്ററിൽ പറയുന്നത് എന്താണ്? തും കബ് ജാവോഗെ അതിഥി. അതിഥി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗസ്റ്റ്. നീ എപ്പോഴാണ് പോകുന്നത് അതിഥി എന്നാണ് ചോദിക്കുന്നത്. അതായത് പെട്ടെന്ന് നമ്മളോട് പറയാണ്ട് ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നാൽ അപ്പോൾ നമുക്കുണ്ടാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണെന്നാണ് അദ്ദേഹം ഒരു ഹാസ്യ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു തമാശ രൂപത്തിൽ ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നോക്കാം നമുക്ക്. आज तुम्हारे आगमन के चतुर्थ दिवस पर यह प्रश्न बार बार मन में घुमड़ रहा है, तुम कब जाओगे अतिथि. आज तुम्हारे ആഗമൻ കി ചതുർത്ഥ ദിവസം പർ. ഇന്ന് നീ വന്നിട്ട് എത്ര ദിവസമായി? 4ാമത്തെ ദിവസമായി. പറയൂ പ്രശ്ന. പക്ഷേ ഈ ഒരു പ്രശ്നം, ഈ ഒരു ക്വസ്റ്റ്യൻ ബാർ ബാർ മൻമേ ഗുംബഡ് രഹാ ഹെ, പല പ്രാവശ്യം എൻ്റെ മനസ്സിൽ, ഗുംബടന എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, എൻ്റെ മനസ്സിങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു. തും കബ് ജാവോഗെ അതിഥി, നീ എപ്പോഴാണ് തിരിച്ചു പോകുന്നത് അതിഥി എന്ന്. तुम जहाँ बैठे निसंकोच सिगरेट का धुआं फेंक रहे हो, उसके ठीक सामने एक कैलेंडർ है, देख रहे हो ना. അതായത് നീ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് നിസങ്കോച്ച്, യാതൊരു സങ്കോചവും കൂടാതെ, സിഗരറ്റ് കാ ധുവാം, അതായത് സിഗരറ്റിൻ്റെ പുക, ധുവ എന്ന് പറഞ്ഞാൽ എന്താണ്? പുക. ഫേങ്ക് രഹേഹോ, ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എന്താണ്? സിഗരറ്റ് ഇങ്ങനെ വലിച്ച് പുക ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉസ്കെ ടീക്ക് സാമനെ, അതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഏക്ക് കലണ്ടർ ഹേ, ഒരു കലണ്ടറുണ്ട്. ദേഖ് രഹേ ഹോന, കാണുന്നുണ്ടായിരിക്കുമല്ലോ. ആര് കാണുന്നുണ്ടായിരിക്കുമല്ലോ എന്ന്? നീ കാണുന്നുണ്ടായിരിക്കും, അതായത് അതിഥി കാണുന്നുണ്ടായിരിക്കുമല്ലോ എന്നാണ് ലേഖകൻ ചോദിക്കുന്നത്. ഇസ്കി താരീഖേം അപ്നി സീമാമേ നമ്രദാസെ ഫട്ഫടാത്തി രഹത്തി ഹേം. അപ്പോൾ ലേഖകൻ പറയാണ്, ആ കലണ്ടറിലെ താരീഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റുകൾ. അപ്നി സീമാമേ, ആ ഡേറ്റ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് വളരെ വിനയത്തോടു കൂടി, ഫട്ഫടാന എന്ന് പറഞ്ഞാൽ കാറ്റ് വരുമ്പോൾ അതിങ്ങനെ പതുക്കെ പറക്കുമല്ലോ, അതിനെയാണ് പറയുന്നത്. അങ്ങനെ പറത്തിക്കൊണ്ടേയിരിക്കുന്നു. വിഗത് ദോ ദിനോം സേ മേ തുമേ ദിക്കാക്കർ താരീഖേ ബദൽ രഹാഹും. വിഗത് എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട്, ഞാൻ, തുമേ ദിക്കാക്കർ നിന്നെ കാണിച്ചുകൊണ്ട്, താരീഖേം ഡേറ്റുകൾ, ബദൽ രഹാഹും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഡേറ്റുകളൊക്കെ ഇങ്ങനെ നിന്നെ കാണിച്ചുകൊണ്ടാണ് ഞാൻ ഡേറ്റുകൾ ചേഞ്ച് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതായത് അതിഥി അറിയണം നീ വന്നിട്ട് ഇപ്പോൾ 4ാമത്തെ ദിവസമായി എന്ന് നീ മനസ്സിലാക്കണം, അതായത് അതിഥി മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ലേഖകൻ ഡേറ്റുകൾ ഇങ്ങനെ അതിഥി ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുന്നത്. തും ജാനത്തെ ഹോ, നിനക്കറിയാമോ? അഗർ തുമേ ഹിസാബ് ലഗാന ആത്താ ഹേ കി യോ 14 ദിൻ ഹേ. നിനക്ക് ഒരു പക്ഷേ ഹിസാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്ക് കൂട്ടുക. നിനക്ക് കണക്ക് കൂട്ടാൻ അറിയാമെങ്കിൽ നീ വന്നിട്ട് ഇന്ന് എത്രാമത്തെ ദിവസമാണ്? 14 ദിൻ ഹേ, 4ാമത്തെ ദിവസമാണ്. തുമാരെ സതത് ആദിത്യക്ക 14 ബാരി ദിൻ. സതത് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി, നിരന്തരമായിട്ട് നിൻ്റെ ആദിത്യം, നിൻ്റെ ആദിത്യം ഇവിടെ സ്ഥാപിച്ചിട്ട് നിരന്തരമായിട്ട് 4ാമത്തെ ഭാരി ദിൻ, വളരെ ഹെവിയായ, അതായത് അതിഥി ഇവർക്കൊരു ഭാരമായി തീർന്നിരിക്കുന്നു എന്നർത്ഥം. പർ തുമാരെ ജാനേക്ക് കോയി സംഭാവന പ്രതീത് നഹി ഹോത്തി. പക്ഷേ നീ എന്താണ്? തിരിച്ചു പോകുന്നതായിട്ടുള്ള യാതൊരു സംഭാവന എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പറയുക, ഒരു പ്രതീക്ഷയെ കാണുന്നില്ല. നീ തിരിച്ചു പോകുന്നതിൻ്റെതായ യാതൊരു
സംഭവവും കാണുന്നില്ലല്ലോ അതിഥി എന്നാണ് ലേഖനോടെ ചോദിക്കുന്നത്. लाखों मील लंबी यात्रा करने के बाद वे दोनों एस्ट्रोनॉट्स भी इतने समय चांद पर नहीं रुके थे. ഇപ്പം ലേഖകൻ എന്താ പറയുന്നത്, ലക്ഷക്കണക്കിന്, ലാഖം എന്ന് പറഞ്ഞാൽ ലക്ഷം, ലക്ഷക്കണക്കിന് ലംബി, ലക്ഷക്കണക്കിന് നീളമുള്ള യാത്ര ചെയ്തിട്ട് ആ രണ്ട് ആസ്ട്രോനോട്ട്സ് എന്താണ് ചാന്ദ് പർ നഹി റുക്കിയത്, ചന്ദ്രനിൽ അവർ ഇത്ര വലിയ ദൂരത്തിൽ ലക്ഷക്കണക്കിനുള്ള യാത്ര കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നു. ചന്ദ്രനിൽ പോയി തിരിച്ചു വന്നു. ജിത്തനെ സമയത്തും एक छोटी सी यात्रा कर മേരെ ഘർ ആയേ ഹോ. പക്ഷെ നീ ഒരു ചെറിയ യാത്ര ചെയ്തതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. തും അപ്പനെ ഭാരി ചരൺ കമലോं की चाप मेरी ज़मीन पर अंकित कर चुके. तुमने एक अंतरंग निजी संबंध मुझसे साबित कर लिया. നിൻ്റെ ആ ഭാരമുള്ള കാൽവയ്പ് എൻ്റെ ആ കോമളമായ, അല്ലെങ്കിൽ കമലം എന്ന് പറഞ്ഞാൽ താമരയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താമര പോലുള്ള ആ എൻ്റെ ഭൂമിയിൽ എൻ്റെ ഭാരമായ ആ ചരൺ എന്ന് പറഞ്ഞാൽ കാൽപാദങ്ങൾ, അങ്കിത് കർച്ചുക്കെ ജമീൻ എൻ്റെ ഭൂമിയിൽ എന്താ പറയുക സ്ഥാപിച്ചു. അങ്കിത് എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക എന്നർത്ഥം. അതായത് കാല് വെച്ചിരിക്കുന്നു എന്ന് എൻ്റെ ഭൂമിയിലേക്ക്. തുമ്നീക്ക് അന്തരംഗ്, നീ എന്താണ് അന്തരംഗം എന്ന് പറഞ്ഞാൽ ഗഹര, ആഴമേറിയ ഒരു ആത്മബന്ധം, നിജി സംബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ആഴമേറിയ ഒരു ആത്മബന്ധം മുസ്സെ സാബിത് കർ ലിയാ ഹെ. ഈ 4 ദിവസം കൊണ്ട് നീ എന്താണ് എന്നിൽ വളരെ ആഴമേറിയ ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. തുമ്നെ മേരി ആർത്തിക് സീമാവോ കി ബേച്ചേനി ചണ്ടാൻ ദേഖ്ലി. പിന്നെ എന്താണ്, നീ എൻ്റെ ആർത്തിക് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ, ഫൈനാൻഷ്യൽ സീമാവോ കി ബേച്ചേനി, എൻ്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് വരെ നീ ചണ്ടാൻ ദേഖ്ലി എന്ന് പറഞ്ഞാൽ എല്ലാം ചൂഴ്ന്നെടുത്തു. എൻ്റെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഫാമിലി എങ്ങനെയാണ്, എല്ലാം നീ ചൂഴ്ന്നെടുത്തിരിക്കുന്നു. തും മേരി കാഫി മിട്ടി ഗോത് ചുക്കെ. നീ എന്നെക്കുറിച്ച് മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണെന്നാണ്, അതായത് നീ മണ്ണ് മാന്തി എടുത്തു എന്നല്ല, എല്ലാ കാര്യങ്ങളും ഡീപ്പായിട്ട് നീ എന്നിൽ നിന്നും മനസ്സിലാക്കി എടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം. അത് തും ലൗട്ട് ജാവോ. എല്ലാം കഴിഞ്ഞു, നീ എന്നെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി, നിൻ്റെ ആതിഥ്യം ഇപ്പോൾ നിന്നെ ഞങ്ങൾ അതിഥിയായിട്ട് സ്വീകരിച്ചത് 4ാമത്തെ ദിവസമായി. ഇപ്പം ഞങ്ങൾക്ക് വളരെയധികം എന്താണ് ഭാരമായി തുടങ്ങിയിരിക്കുന്നു. അത് തും ലൗട്ട് ജാവോ, ഇനി നീ തിരിച്ചു പോകൂ അതിഥി. തുമാരെ ജാനെ കെ ലിയെ യഹ് ഉച്ച സമയ അർത്ഥാത് ഹൈ ടൈം ഹേ. നിനക്ക് തിരിച്ചു പോകാനുള്ള ഒരു റൈറ്റ് ടൈമാണ്, അല്ലെങ്കിൽ ഹൈ ടൈമാണ്, നീ ഇനി തിരിച്ചു പോകൂ. ക്യാ തുമാരി പൃഥ്വി നഹി പുകാർത്തി. നിന്റെ ഭൂമി വിളിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എന്താണ്, പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂമി. അപ്പോൾ നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ, നിൻ്റെ വീട്ടുകാരെയൊക്കെ നിനക്ക് കാണണ്ടേ, നീ നിൻ്റെ നാട്ടിലേക്ക് പോകൂ അതിഥി എന്നാണ് ലേഖകൻ പറയുന്നത്. उस दिन जब तुम आए थे मेरा हृदय किसी അജ്ഞാത ആശങ്കാസെ ദടക്കുടാത. അപ്പോൾ എന്താ ലേഖകൻ പറയുന്നത്, നീ എപ്പോഴാണോ വന്ന ദിവസം, ആ ദിവസം നിന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഹൃദയം കിസി അജ്ഞാത ആശങ്കാസെ, ഒരു അജ്ഞാത്, അതായത് എനിക്ക് തന്നെ അറിയില്ല, എന്തോ ഒരു ആശങ്ക എൻ്റെ മനസ്സിലിങ്ങനെ തുടിച്ചുകൊണ്ടേയിരുന്നു. അന്തർ കഹി മേര ബട്ടുവ കാമ്പുകയ. ബട്ടുവ എന്ന് പറഞ്ഞാൽ പേഴ്സ്, ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ പേഴ്സ് വിറച്ചു എന്ന് പറയുന്നത് കാമ്പിനാന്ന് പറഞ്ഞാൽ വിറയ്ക്കുക എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് പേഴ്സിൽ വിറച്ചു എന്ന് പറഞ്ഞാൽ പേഴ്സിലാണല്ലോ പൈസ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇപ്പം തന്നെ 4 ദിവസമായി അതിഥി വന്നിട്ട്, അപ്പോൾ ഇനിയും എൻ്റെ പേഴ്സിൻ്റെ ചിലവ് വർദ്ധിക്കും, എൻ്റെ കാശെല്ലാം തീരും. അതാണ് ഇവിടെ ലേഖകൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ബട്ടുവ കാമ്പുകയ എന്ന് പറയുന്നത്. ഉസ്കെ ബാവജൂദ് ഏക് സ്നേഹബീഗി മുസ്കുരാഹട്ട് കെ സാത്ത് മേ തുംസെ ഗലെ മിലാത. പക്ഷേ എന്നാൽ പോലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു ചിരിയോടുകൂടി ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചു. ഗലെ മിലാത, നീ അന്ന് വന്നപ്പോൾ. और मेरी पत्नी ने तुम्हें सादर नमस्ते की. എൻ്റെ ഭാര്യ വളരെ സാദർ, വളരെ നല്ല രീതിയിൽ റെസ്പെക്റ്റോടു കൂടി നിന്നെ നമസ്തേ ചെയ്തു. तुम्हारे सम्मान में ओ अतिथि हमने रात के भोजन को एकाएक उच्च मध्य वर्ग के डिनर में बदल दिया था. ലേഖൻ എന്താ പറയുന്നത്, നിന്നെ നന്നായിട്ട് സൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് രാത്രിക്ക് ഭോജൻകോ, രാത്രിത്തെ ഭക്ഷണം എക്കായേക്ക് എന്ന് പറഞ്ഞാൽ സഡൻലി, പെട്ടെന്ന് തന്നെ
ഉച്ച മധ്യവർഗക്ക് ഡിന്നർ മേ ബദൽ ദിയാന്ന്. അതായത് ഉച്ചമധ്യ എന്ന് വെച്ചാൽ ഹൈ ക്ലാസ് ഡിന്നറിലേക്ക് ഞങ്ങൾ ചേഞ്ച് ചെയ്തു. തുമേ സ്മരൺ ഹോഗാക്കി दो सब्जियों और रायते के अलावा हमने मीठा भी बनाया था. ആ നിനക്ക് ഓർമ്മയുണ്ടായിരിക്കും. സ്മരൺ എന്ന് പറഞ്ഞാൽ നിനക്ക് ഓർമ്മയുണ്ടായിരിക്കും, യാദ് ഹോനാന്നർത്ഥം. ദോ സബ്ജിയും അതായത് രണ്ട് സബ്ജി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ്, രണ്ട് വെജിറ്റബിൾ കറിയും അതുപോലെ തന്നെ റൈത്തെ. റൈത്തെ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ തൈരും സവാളയൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ സാലഡ് ഉണ്ടാക്കുമല്ലോ, അതിനെയാണ് റൈത്ത എന്ന് പറയുന്നത്. കൂടുതലും ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കുന്നതാണ്. ആ റൈത്തയുടെ അത് മാത്രമല്ല ഹംനെ മീഠാ ബി ബനായതാ. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, സ്വീറ്റും ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഈ സാരെ ഉത്സാഹ ഓർ ലഗൻ കെ മൂൽമേ ഏക് ആശാദി. ഈ ഉത്സാഹത്തിൻ്റെയും അതുപോലെ തന്നെ ലഗൻ എന്ന് പറഞ്ഞാൽ പരിശ്രമം, ഹാർഡ് വർക്കിംഗ്. ഇങ്ങനെയൊക്കെ ഞങ്ങൾ നിന്നെ ഇത്രയധികം നല്ലൊരു ഹൈ ക്ലാസ് ഡിന്നർ അറേഞ്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു കാരണം എന്തായിരുന്നു, ഒരാശയം എന്തായിരുന്നു. ആശാദിക്ക് ദൂസരെ ദിൻ കിസി റെയിൽ സെ ഏക് ഷാൻദാർ മെഹമാൻ വാസി കി ചാപ്പ് അപ്നെ ഹൃദയമേ ലേ തും ചലേ ജാവോങ്കെ. എന്തായിരുന്നു അവരുടെ പ്രതീക്ഷ? പിറ്റേ ദിവസം തന്നെ ഏതെങ്കിലും ഒരു തീവണ്ടിയിൽ ഷാൻദാർ മെഹമാൻ വാസി, അതായത് ഒരു നല്ല സൽക്കാരത്തിൻ്റെ ഒരു ഓർമ്മയുമായി, നിന്നെ ഞങ്ങൾ നല്ല രീതിയിൽ സൽക്കരിച്ചതിൻ്റെ ഒരു മധുരമുള്ള ഒരു ഓർമ്മയുമായി നീ ഏതെങ്കിലും ട്രെയിനിൽ പിറ്റേ ദിവസം പോകുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അത് ഹൃദയത്തിലേറ്റിക്കൊണ്ട് നീ ഞങ്ങളോട് ഗുഡ് ബൈ പറയുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഹം തുംസെ രുക്നെ കെ ലിയെ ആഗ്രഹ കരെങ്കെ. ഞങ്ങൾ എന്ത് ചെയ്യും, നീ ഇന്ന് പോകണ്ട, നാളെ പോയാൽ മതി എന്നൊക്കെ ഞങ്ങൾ പറയും, നീ ഇവിടെ സ്റ്റേ ചെയ്യുന്നൊക്കെ ഞങ്ങൾ പറയും. പക്ഷേ തും നഹി മാനോങ്കെ, പക്ഷെ നീ അത് കേൾക്കരുത്, നീ പോണം. അവർ ഈ കച്ചി അതിഥിക്ക് തര ചലേ ജാവുങ്കെ. എങ്ങനെയാണോ ഒരു നല്ല ഗസ്റ്റ് എങ്ങനെയാണോ പെരുമാറുന്നത് അതനുസരിച്ച് നീ തിരിച്ചു പോകണം. पर ऐसा नहीं हुआ. പക്ഷേ അതും ഉണ്ടായില്ല. दूसरे दिन भी तुम अपने अतिथि सुलभ मुस्कान लिए घर में ही बने रहे. പക്ഷേ എന്താണ്, രണ്ടാമത്തെ ദിവസവും ആദ്യത്തെ ദിവസം പോലെ തന്നെ ആ ഒരു ചിരിയോടുകൂടി നീ വീട്ടിൽ തന്നെ ഇരുന്നു. അമ്മനെ അപ്പനെ പീഡാപ്പീലി എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടായ ടെൻഷനെല്ലാം അവർ സഹിച്ചുകൊണ്ട് പ്രസन्न ബനേരഹെ, വളരെ ഹാപ്പി ആയിട്ട് അഭിനയിച്ചു. സ്വാഗത് സത്കാർ കെ ജിസ് ഉच्च बिंदु पर हम तुम्हें ले जा चुके थे वहाँ से नीचे उतर हमने फिर दोपहर के भोजन को लंच की गरिमा प्रदान की और रात्रि को तुम्हें सिनेमा दिखाया. അപ്പോൾ വന്ന ദിവസം ഇവർ ഹൈ ക്ലാസ് ഡിന്നറാണ് അറേഞ്ച് ചെയ്തത്. അവിടെ നിന്നും കുറച്ച് താഴേക്കായിട്ട് എന്താണ്, ഉച്ചബിന്ദു പർ ഹമേ തുമേ ലേ ജാ ചുക്കേതേ. ഡിന്നറിൽ ഉച്ചബിന്ദുവിൽ ആ ഹൈ ക്ലാസ് ഡിന്നറാണ് കൊടുത്തത്. അവിടെ നിന്നും നീച്ചെ ഉത്തർ, അവിടെ നിന്നും കുറച്ച് താഴേക്ക് വന്നിട്ട് ഹംനെ ഞങ്ങൾ ഫിർ ദോപഹർക്കെ ഭോജൻകോ, എന്താണ് ഉച്ചയ്ക്കത്തെ ഭക്ഷണം ലഞ്ചിക്ക് ഗരിമ പ്രധാനിക്ക്, അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ലഞ്ച് കൊടുത്തു. ഗരിമ എന്ന് പറഞ്ഞാൽ ഭംഗിയായി കൊടുത്തു, നല്ല രീതിയിൽ ലഞ്ച് തയ്യാറാക്കി എന്നർത്ഥം. അവർ രാത്രിക്കോ തുമേ സിനിമ ദിക്കായ, അതുകൂടാണ്ട് രാത്രിയിൽ നിന്നെ സിനിമയും കാണിച്ചു. ഹമാരെ സത്കാർക്കയ്യ ആക്രി ചോർ ഹേ. ചോർ എന്ന് പറഞ്ഞാൽ അതിര് എൻഡ് എന്നൊക്കെ പറയും. ഈ ഞങ്ങളുടെ സൽക്കാരത്തിൻ്റെ ഇതെന്താണ്, ഒരു അവസാനത്തെ ആക്രി എന്ന് പറഞ്ഞാൽ അവസാനത്തെ അതിരാണെന്ന്. ജിസസി ആകെ ഹം കിസി കേലിയെ നഹി ബഡെ. ഇനി ഞങ്ങൾ ആർക്ക് വേണ്ടിയിട്ടും ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇസ്കെ തുരന്ത് ബാദ് ഭാവബീനി വിദായിക്ക വ ഭീഗ ഹുവ ക്ഷൺ ആജാന ചാഹിയത. അതായത് ഈ ഒരു മനസ്സിലേക്ക് ഈ ഒരു ഭാവം വരുന്നതിന് മുമ്പ് തന്നെ ഒരു ബൈ പറയേണ്ടതായിരുന്നു നീ. ജബ് തും വിദാ ഹോത്തെ അവർ ഹം തുമേ സ്റ്റേഷൻ തക് ചോടനെ ജാത്തെ. അപ്പോൾ നീ അങ്ങനെ ആ ഒരു നല്ല രീതിയിൽ നീ ഒരു ബൈ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എന്താണ് നിന്നെ സ്റ്റേഷനിൽ കൊണ്ട് ആക്കാനായിട്ട് വരുമായിരുന്നു. പർ തുമ്നെ ഏസാ നഹി കിയ. പക്ഷേ നീ അതും ചെയ്തില്ല, നീ ഇവിടെ തന്നെ നിൽക്കുകയാണ്. തീസരെ ദിനക്ക് സുബ തുമ്നെ മുസ്സെ കഹാ. മൂന്നാം ദിവസമായപ്പോൾ നീ എന്നോട് എന്താ പറഞ്ഞത്? മേ ധോബിക്കോ കപ്പടെ ദേനാ ചാത്താവും. ഞാൻ ധോബി എന്ന് പറഞ്ഞാൽ വസ്ത്രം അലക്കുന്ന ആൾക്കാരെയാണ്. ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ ധോബിക്ക് അലക്കാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ആകാതെ അപ്രത്യാശിത. ഇത് കേട്ടപ്പോൾ എന്താണ്, അപ്രത്യാശിത് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രതീക്ഷിക്കാത്തൊരടിയായിരുന്നു ഇത്.
ഇസ്കി ചോട്ട് മാർമിക് ദി. ചോട്ട് എന്ന് പറഞ്ഞാൽ ആ മുറിവ് വളരെയധികം ആഴമുള്ളതായിരുന്നു. തുമാരെ സാമീപ്യക്ക് വേള എക്കായേക് യോം റബ്ബർ കി തര ഗീഞ്ച് ജായേഗി ഇസ്കാ മുझे അനുമാൻ നാഥ. തുമാര സാമീപ്യം, നീ ഇപ്പം നീയായിട്ടുള്ള ആ സാമീപ്യം, നീ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആ സമയത്തൊക്കെ എങ്ങനെയാണ് ഒരു റബ്ബർ എങ്ങനെയാണോ വലിച്ചു നീട്ടുന്നത് അതുപോലെ വലിച്ചു നീട്ടുന്നത് പോലെ എനിക്ക് തോന്നി. നമ്മൾ റബ്ബർ വലിക്കുമ്പോൾ ഇങ്ങനെ നീണ്ടു പോകില്ലേ, അപ്പോൾ അതേപോലെയായി ഇവർ തമ്മിലുള്ള ബന്ധം എന്നാണ്. ഇസ്കാ മുझे അനുമാൻ നാഥ, ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതേയില്ല. പഹലി ബാർ മുझे ലഗാ കി അതിഥി സദൈവ് ദേവത നഹി ഹോത്ത. എനിക്ക് ആദ്യമായിട്ട് തോന്നി, ജീവിതത്തിൽ എനിക്ക് ഫസ്റ്റ് ടൈം എനിക്ക് തോന്നി അതിഥി എപ്പോഴും ദേവന്മാരായിരിക്കില്ല. നമ്മൾ ഭാരതീയർ എങ്ങനെയാണ് അതിഥി ദേവോ ഭവ എന്നാണല്ലോ പറയുന്നത്. അതിഥിയെ നന്നായിട്ട് സൽക്കരിക്കണം, ദേവന്മാരെ പോലെ പരിഗണിക്കണം എന്നാണ്. അപ്പോൾ ലേഖകൻ പറയണത് എനിക്ക് ആദ്യമായിട്ട് അതിഥി എപ്പോഴും ദേവന്മാരായിരിക്കില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ മാനവ് അവർ ദോടെ അംശോമേ രാക്ഷസ് ബി ഹോ സക്താ ഹേ. അവർ ചിലപ്പോഴൊക്കെ മനുഷ്യരായി തീരും, പിന്നെന്താണ് കുറച്ച് സമയത്തേക്ക് അവർ രാക്ഷസന്മാരുമായി തീരാറുണ്ടെന്ന്. ഇതെല്ലാം മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ലേഖൻ. കിസി ലോണ്ടറി പർ ദേ ദേത്തേ ഹേ ജൽദി ദുൽ ജായേങ്കെ മേനെ കഹ. അപ്പോൾ ലേഖൻ പറയാണ്, ഏതെങ്കിലും ഒരു ലോണ്ടറിയിൽ കൊടുക്കാം വസ്ത്രങ്ങൾ അലക്കാൻ, പെട്ടെന്ന് അലക്കി കിട്ടുമായിരിക്കും. ഞാൻ പറഞ്ഞു, മൻഹി മൻ ഏക്ക് വിശ്വാസ് പൽ രഹാതാക്കി തുമേ ജൽദി ജാനാ ഹേ. അപ്പോൾ ഇത് പറയുമ്പോഴും ലേഖൻ്റെ മനസ്സിൽ എന്താണ് ഒരു വിശ്വാസം ഉടലെടുത്തു. വസ്ത്രങ്ങളൊക്കെ അലക്കുന്നുണ്ടല്ലോ, ഇവൻ വേഗം തിരിച്ചു പോകാനായിരിക്കും എന്നൊരു പ്രതീക്ഷ. കഹാ ഹേ ലോണ്ടറി എന്ന് ചോദിച്ചു. ആര് ചോദിച്ചു? അതിഥി ചോദിച്ചു. ചലോ ചലത്തെ ഹേ. അപ്പം ഞാൻ പറഞ്ഞു, ശരി മേനെ കഹ, വാ പോകാം. और अपनी सहज बनियान पर औपचारिक कुर्ता डालने लगा. സാധാരണ ആൾക്കാരിങ്ങനെ വീട്ടിൽ പുരുഷന്മാർ ഒരു ബനിയനാണല്ലോ ഇട്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ. അപ്പോൾ അതിന് മീതയിൽ പുറത്തേക്ക് പോകുന്ന ഒരു കുർത്ത എടുത്തിട്ടു. ഇത് കണ്ടപ്പോൾ വൈഫ് ചോദിക്കുകയാണ്, കഹാൻ ചാരേ ഹേ പത്നിനെ പൂച്ച. അപ്പോൾ ഭാര്യ ചോദിക്കുക, നിങ്ങൾ എവിടെയാണ് പോകുന്നത്? എനിക്ക് കപ്പടെ ലോണ്ടറി പർ ദേനേ ഹേ മേനെ കഹാ. ഇയാളുടെ വസ്ത്രങ്ങൾ എന്താണ് ലോണ്ടറിയിൽ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. മേരി പത്നിക്ക് ആക്കെ കായക് ബെടി ബെടി ഹോഗി. എൻ്റെ ഇത് കേട്ടപ്പോൾ എൻ്റെ ഭാര്യയുടെ കണ്ണുകൾ എന്താണ് പെട്ടെന്ന് ഏകായക്ക് ബെടി ബെടി ഹോഗി, ഇങ്ങനെ വിടർന്ന് വികസിച്ചു വന്നു. ആജിസി കുച്ച് ബർസ് പൂർവ് ഉൻകി ഏസി ആക്കിയൻ ദേഖ് മേനെ അപ്പനെ അക്കേലേപ്പൻ കി യാത്ര സമാപ്ത് കർ ബിസ്തർ ഗോൾ ദിയാത. അപ്പോൾ ലേഖൻ പറയണം, ഇന്നത്തേക്ക് കുറച്ച് വർഷങ്ങൾ മുമ്പ് ഇങ്ങനെയുള്ള ആ വിടർന്ന കണ്ണുകൾ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ അക്കേലേപ്പൻ എന്ന് പറഞ്ഞാലും ഒറ്റയ്ക്കുള്ള ജീവിതം, യാത്ര സമാപ്തുക്കർ, ആ ഒറ്റയ്ക്കായിട്ടുള്ള ജീവിതം അവസാനിപ്പിച്ചിട്ട് ബിസ്തർ ഗോൾ ദിയാത. ബിസ്തർ എന്ന് പറഞ്ഞാൽ കിടക്ക വിരിച്ചു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിത പങ്കാളിയാക്കി ഒരു വിവാഹം കഴിച്ചു എന്നർത്ഥം. पर अब जब वे ही आँखें बड़ी होती है तो मन छोटा होने लगता है. പക്ഷെ അന്ന് ആ വിടർന്ന കണ്ണുകൾ കണ്ടപ്പോൾ ഇവരെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു എൻ്റെ മനസ്സ് വലുതായിരുന്നു. പക്ഷെ ഇന്ന് അവരുടെ കണ്ണുകൾ വിടർന്നപ്പോൾ എന്താണ് മനസ്സ് ചെറുതാകുന്നത് പോലെ തോന്നിയെന്ന്. വേ ഈ ആശങ്ക അവർ ബൈസെ ബെടി ഹുയി ദീക്കി അതിഥി അധിക് ദിനവും ടെഹ്രേക. എന്തുകൊണ്ടാണ് അങ്ങനെ ആശങ്കയുണ്ടായത്? ആ ആശങ്ക ഉണ്ടാകാൻ കാര്യം അതിഥി ഇനിയും കുറേ ദിവസം ഇവിടെ തങ്ങുമോ എന്നുള്ളൊരു ആശങ്കയായിരുന്നു ഭാര്യയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവരുടെ കണ്ണുകൾ എങ്ങനെ വിടർന്ന് വികസിച്ചതെന്ന് പറയുന്നത്. അവർ ആശങ്ക നിർമൂൽ നഹീദി. ആ ആശങ്ക നിർമൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കാരണമുള്ളത് തന്നെയായിരുന്നു. അതായത് ആശങ്കപ്പെട്ട ആ സംഭവം തന്നെയാണ് സംഭവിച്ചത്. അതിഥി തും ജാൻ നഹി രഹേ. അതിഥി പോയില്ല, അത് തന്നെയായിരുന്നു അവരുടെ ആശങ്കയും. ലോണ്ടറി പർ ദിയെ കപ്പടെ ദുൽക്കർ ആകയെ അവർ തും യഹി ഹോ. അലക്കാൻ കൊടുത്ത വസ്ത്രങ്ങളൊക്കെ അതേ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, പക്ഷെ നീ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. തുമാരെ ബർക്കം ശരീർ സെ സൽവട്ടേം പടി ചാദർ ബദലി ജാ ചുക്കി അവർ തും യഹി ഹോ. ബർക്കം ശരീരം എന്ന് പറഞ്ഞാൽ തടിച്ച ശരീരം, സൽവട്ട എന്ന് പറഞ്ഞാൽ എന്താണ് ചുളുക്ക് വീഴുക. അതായത് നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴേക്കും അത് ചുളുക്ക് വീഴുമല്ലോ. അപ്പോൾ ഈ തടിച്ച ശരീരമാകുമ്പോൾ മടങ്ങിയൊക്കെ ഇരിക്കും. ആ ബെഡ്ഷീറ്റ് വരെ ഇപ്പോൾ ബദലി ജാ ചുക്കി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നീ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. തുമേ ദേക്കർ ഫൂട്ട് പഠനെ വാലി മുസ്കുരാഹട്ട് ധീരെ ധീരെ ഫീക്കി പഠിക്കർ അബ് ലുപ്തു ഹോ ഗയി ഹെ. നിന്നെ കണ്ടിട്ട് നേരത്തെ എന്താണ് സന്തോഷത്തോടെയുള്ള ഒരു മുസ്കുരാഹട്ട്, ഒരു ചിരിയാണ് വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് പതുക്കെ പതുക്കെ ഫീക്കി പഠിക്കർ അതിങ്ങനെ മാറി 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 ഇപ്പോൾ ലുപ്തു ഹോ ഗയി, ഇപ്പോൾ ഒട്ടും തന്നെ ഇല്ലാണ്ടായി.
ടഹാ ടഹാക്കോങ്കി രംഗീൻ ഗുബ്ബാരെ, അതായത് അട്ടഹസിച്ചുകൊണ്ടിരിക്കുന്ന രംഗീൻ ഗുബ്ബാരെ എന്ന് പറഞ്ഞാൽ, ഗുബ്ബാരെ എന്ന് പറഞ്ഞാൽ ബലൂണ്, രംഗീൻ കളർഫുൾ ആയിട്ടുള്ള ഗുബ്ബാരകൾ, ജോ കൽ തക് ഈസ് കമരയ്ക്ക് ആകാശമേ ഉടുത്തേതേ, ഇന്നലെ വരെ ഈ മുറിയുടെ ഉള്ളിലൊക്കെ പറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അബ് ദിക്കായി നഹി പഡ്തേ, ഇപ്പം കാണുന്നില്ല. बाजी की उछलती हुई गेंद चर्चा के क्षेत्र के सभी कोनलों से टप्पे खाकर फिर സെന്റർ മേ ആക്കർ ചുപ്പ് പടി ഹെ. സംസാരത്തിൻ്റെതായ ആ ഒച്ചയും ബഹളമെല്ലാം, അതായത് അതിനെ പന്തായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. ആ പന്ത് ഇപ്പം എന്താണ്, ചർച്ചകളൊക്കെ അവസാനിപ്പിച്ച്, നേരത്തെ ആ പന്ത് എന്താണ് സജീവമായിട്ട് ആ മുറിയുടെ ആ കോർണറിലും ഈ കോർണറിലും 4 വശത്തും തട്ടിയും മുട്ടിയൊക്കെ ആയിട്ടായിരുന്നു നടന്നിരുന്നത്. ഇപ്പം ദേ ഒന്നും മിണ്ടാതെ സെൻറ്ററിൽ വന്ന് ചുപ്പ് ബൈഠിയെ. അബ് ഇസെ നാ തും ഹിലാ രഹേ ഹോ നാ മേ, ഇപ്പം നീയും തട്ടുന്നില്ല ഞാനും തട്ടുന്നില്ല. ഇതിൽ എന്തുകൊണ്ടാണ് ഈ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, പന്ത് കളിക്കുക അല്ലെങ്കിൽ ബലൂൺ വീർപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് വളരെ ഹാപ്പിനെസ് ആയിട്ട് നടന്നിരുന്ന ഒരു സംഭവം പെട്ടെന്ന് അത് സാഡായി മാറി. കാര്യം ഇപ്പം അതൊന്നും, ബലൂണും പറക്കുന്നില്ല, അതുപോലെ തന്നെ പന്തും കളിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പം അവിടെ ഒന്നും സംഭവിക്കുന്നില്ല, പരസ്പരം ആർക്കും ഒന്നും മിണ്ടാനില്ല, പരസ്പരം മുഖത്തോട് മുഖം നോക്കുമ്പോൾ ചിരിക്കുന്നില്ല, എല്ലാം അവസാനിച്ചു. ഇപ്പോൾ ഒരു എന്താ പറയുക, ബോറിംഗ് ആയി തുടങ്ങി. ഈ അതിഥി ഇവിടെ നിന്ന് പോകാത്തത് കൊണ്ട് എല്ലാവരുടെയും മനസ്സിലൊരു ആശങ്കയായി, ഇതെന്നാണ് ഇനി പോകുന്നതെന്ന് ചോദിച്ചാൽ. അപ്പോൾ ഈ സംസാരങ്ങളൊക്കെ നിന്ന് സാഡായി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. कल से मैं उपन्यास पढ़ रहा हूँ और तुम फिल्मी പത്രിക കെ പന്നെ പലട് രഹേ ഹോ. ഇന്നലെ മുതൽ ഞാൻ എന്താണ് ഉപന്യാസം വായിക്കാൻ തുടങ്ങി, നീയാണെങ്കിലോ ഫിലിം പത്രിക, ഫിലിം മാഗസീൻ്റെ പേജുകൾ പന്നെ പലട് രഹേ ഹോ എന്ന് പറഞ്ഞാൽ പേജുകൾ മറിച്ചുകൊണ്ടിരിക്കുന്നു. ശബ്ദോങ്ക ലേൻ ദേൻ മിഡ്ഗയ, ലേൻ ദേൻ എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ, അതായത് ശബ്ദങ്ങൾ, സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടാതെയായി. അവർ ചർച്ചയ്ക്ക് വിഷയിച്ചുക്കേ, ചർച്ചകളെല്ലാം നിന്നു. ഇനി ഒന്നിനെക്കുറിച്ചും പറയാനില്ല, 4 ദിവസമായില്ലേ. എന്തിനെക്കുറിച്ചായിരുന്നു അവർ ചർച്ച ചെയ്തത്? പരിവാർ, ബച്ചെ, നൗക്കരി, ഫിലിം, രാജനീതി, റിശ്തദാരി. നൗക്കരി എന്ന് പറഞ്ഞാൽ പരിവാർ എന്ന് പറഞ്ഞാൽ ഫാമിലി, ബച്ചെ കുട്ടികൾ, നൗക്കരി ജോലി, ഫിലിം, രാജനീതി പൊളിറ്റിക്സ്, അതുപോലെ തന്നെ റിശ്തദാരി ബന്ധുക്കളെക്കുറിച്ച്, തബാദലെ ട്രാൻസ്ഫറെക്കുറിച്ച്, പുരാനെ ദോസ്ത് പഴയ ഫ്രണ്ട്സിനെ കുറിച്ച്, പരിവാർ നിയോജൻ, മഹങ്കായി വിലക്കയറ്റത്തെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച്. और यहाँ तक कि आंख मार कर हमने पुरानी प्रेमिकाओं का भी जिक्र कर लिया और अब एक चुप्पी है എന്ന്. അതായത് ആങ്ക് മാർക്കർ എന്ന് പറഞ്ഞാൽ അതായത് ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഭാര്യ നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഭാര്യ കാണാണ്ടിരിക്കാൻ വേണ്ടി കണ്ണടച്ചുകൊണ്ട് പഴയ പ്രേമികയുടെ കാര്യം വരെ, പണ്ട് നമ്മൾ പ്രേമിച്ചിരുന്ന കാര്യങ്ങൾ വരെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അബ് ഏക് ചുപ്പി ഹെ, ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. സൗഹാർദ്ദ അബ് ശനേ ബോറിയത് മേ രൂപാന്തരിത് ഹോ രഹാ ഹെ. സൗഹാർദ്ദമായ ആ സംസാരങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ ശനേ എന്ന് പറഞ്ഞാൽ പതുക്കെ ധീരെ ബോറിംഗ് ആയി തുടങ്ങിയിരുന്നു. ഭാവനായും ഗാലിയും ക സ്വരൂപ് ഗ്രഹൺ കർ രഹി ഹെ. ആ മനസ്സിലിപ്പോഴുള്ള ഫീലിങ്സ് ഒക്കെ എന്തൊക്കെയാണ്? തെറി, ഗാലിയം എന്ന് പറഞ്ഞാൽ ചീത്ത വാക്കുകളാണ്, ആ രൂപത്തിലേക്ക് മാറി തുടങ്ങിയിരിക്കുന്നു. പർ തും ജാ നഹി രഹേ, ഇത്രയൊക്കെ ആയിട്ട് നീയും പോയിട്ടില്ല. കി സദൃശ്യ ഗോദസി തുമാരെ വ്യക്തിത്വ യഹാൻ ചിപക്കയാ ഹേ. അപ്പോൾ ലേഖൻ ചോദിക്കുകയാണ്, എന്ത് അദൃശ്യമായ എന്താണ്, എന്തിൻ്റെ മടിയിലാണ് നിൻ്റെ വ്യക്തിത്വം ഇവിടെ ചിപ്പക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒളിച്ചിരിക്കുന്നത്? നിൻ്റെ വ്യക്തിത്വം എന്തിൻ്റെ ഇതിലാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത്? മെയ്സ് ബേദുക്കോ സപരിവാർ നഹി സമജ് പാരഹാഹും. ഞാൻ ഈ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഞാനും എൻ്റെ കുടുംബത്തിനും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിൻ്റെ വ്യക്തിത്വം നീ എവിടെയാണ് ഇവിടെ മറപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ലേഖകൻ ചിന്തിക്കുന്നത്. ബാർ യ പ്രശ്ന ഉഡ് രഹാ ഹെ തും കബ് ജാവോഗെ അതിഥി. പല പ്രാവശ്യം മനസ്സിൽ എന്താണ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്, നീ എപ്പോഴാണ് പോകുന്നത് അതിഥി എന്ന്. കൽ പത്നിനെ ധീരെ സെ പൂച്ചാതാ കബ് തക് ടിക്കേങ്കയെ. ഇന്നലെ ഭാര്യ വന്ന് എൻ്റെ അടുത്ത് പതുക്കെ ചോദിച്ചു, എത്ര ദിവസം ഇവിടെ നിൽക്കുകയും? മേനെ കന്തേ ഉജക്കാതിയെ, ഞാനിങ്ങനെ തോളിങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ക്യാ കർ സക്താഹും, ഞാൻ എന്ത് പറയാനാണ്?
मैं तो आज खिचड़ी बना रही हूँ हल्की रहेगी. അപ്പോൾ വൈഫ് പറയണത് എന്താണ്, ഞാൻ ഇന്ന് കിച്ചടി ഉണ്ടാക്കുന്നുള്ളൂ, ഹൽക്കി, വളരെ എന്താ പറയുക, ലളിതമായിട്ട് മതിയല്ലോ, സിമ്പിളായിരിക്കുമല്ലോ എന്നാണ് ചോദിക്കുന്നത്. നേരത്തെ ഹൈ ക്ലാസ് ഡിന്നറായിരുന്നു, അത് കഴിഞ്ഞ് ലഞ്ചിന് അവരുണ്ടാക്കി, സിനിമ കാണിച്ചു, ഇപ്പോൾ ഇവിടം വരെ എത്തി. താഴെ തട്ടിലുള്ളവരുടെ വരെയും ഫുഡാണ് കിച്ചടി എന്ന് പറയുന്നത്. ഞാനിന്ന് കിച്ചടി ഉണ്ടാക്കുന്നുള്ളൂ. ബനാവോ, അപ്പം ഞാൻ ലേഖം ശരി നിങ്ങൾ ഉണ്ടാക്കിക്കോ. സത്കാർ കി ഊഷ്മ സമാപ്ത് ഹൊരഹീതി. സൽക്കാരത്തിൻ്റെതായ ആ ഊഷ്മാവ് അല്ലെങ്കിൽ ആ ഒരു നല്ല മനസ്സോടെ ചെയ്യുന്ന ആ ഒരു സൽക്കാരം സമാപ്ത് ഹൊരഹീതി അവസാനിച്ചു കൊണ്ടേയിരിക്കുന്നു. ഡിന്നർ സെ ചലേതെ, ഡിന്നറിൽ നിന്ന് തുടങ്ങിയതാണ് കിച്ചടി पर आ गए, കിച്ചടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. अब भी अगर तुम अपनी बिस्तर को गोलाकार रूप नहीं प्रदान करते तो हमें उपवास तक जाना होगा. ഇനിയെങ്കിലും നീ നിൻ്റെ ബിസ്തർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ബെഡ് ഇങ്ങനെ ഗോളാകർ രൂപ്, നമ്മൾ ബെഡ് ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ മടക്കി എടുക്കുമല്ലോ, അതിനെയാണ് ഗോളാകർ രൂപം എന്ന് പറയുന്നത്. അപ്പം ഇനിയെങ്കിലും നിൻ്റെ കിടക്ക മടക്കി വെച്ച് നീ പോയില്ലെങ്കിൽ ഹമേ ഉപവാസത്തക് ജാനാ ഹോഗ, ഞങ്ങൾക്ക് ഉപവസിക്കേണ്ടതായിട്ട് വരും, അതായത് ഞങ്ങൾ ഇനി പട്ടിണി കിടക്കേണ്ടതായിട്ട് വരും. തുമാരെ മേരെ സംബന്ധേക്ക് സംക്രമൺ കെ ദൗർ സെ ഗുജർ രഹേ ഹെ. ഞാനും നീയുമായിട്ടുള്ള ആ ബന്ധം ഒരു എന്താ പറയുക, സംക്രമൺ ദൗർസെ, അതായത് ഇങ്ങനെ എന്താണ് വലിഞ്ഞു മുറുകി അയഞ്ഞിങ്ങനെ ഇന്ന് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. തുമാരെ ജാനേക്കയ്യ ചരം ഷൻഹേ തും ജാവോന അതിഥി. നിനക്ക് പോകാനുള്ള അവസാനത്തെ നിമിഷമായി കഴിഞ്ഞിരിക്കുന്നു, ഇനിയെങ്കിലും നീ പോകൂ അതിഥി എന്നാണ് പറയുന്നത്. തുമേ യഹാം അച്ചാൽ ലഗ് രഹാ ഹേ നാ, നിനക്കിവിടെ ഇഷ്ടമായിട്ടുണ്ടാവും. മേ ജാനത്താ ഹൂം, എനിക്കറിയാം. ദൂസറോക്ക് യഹാം അച്ചാൽ ലഗ്താ ഹേ, മറ്റുള്ളവർക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അഗർ ബസ് ചൽത്താ തോ സഭി ലോഗ് ദൂസറോക്ക് യഹാ രഹത്തെ. പറ്റുമെങ്കിൽ എന്താണ്, മറ്റുള്ളവർ ഇവിടെ വന്നിങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കാൻ അവർ ശ്രമിക്കും, അവരങ്ങനത്തെ സാഹസമൊക്കെ കാണിക്കും. पर ऐसा नहीं हो सकता, പക്ഷേ അങ്ങനെ പാടില്ലല്ലോ, അങ്ങനെ നടക്കാൻ പാടില്ലല്ലോ. अपने घर की महत्ता के गीत इसी कारण गाए गए हैं. സ്വന്തം വീടിൻ്റെ മഹത്വത്തിൻ്റെ ആ പാട്ട് എന്തിനാണ് പാടിയിരിക്കുന്നത്? ഹോം കോ ഇസി കാരൻ സ്വീറ്റ് ഹോം കഹാ ഗയാ ഹേ കി ലോക ദൂസരെ കെ ഹോം കി സ്വീറ്റ്നെസ് കോ കാട്ടനെ നാ ദൗഡെ. അതായത് എന്തുകൊണ്ടാണ് ഒരു വീടിനെ സ്വീറ്റ് ഹോം എന്ന് പറയുന്നത്? ആ സ്വീറ്റ് ഹോമിൻ്റെ ആ സ്വീറ്റ്നെസ് നശിപ്പിക്കാൻ പുറത്തുനിന്ന് ആരെങ്കിലും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തം വീടിനെ നമ്മൾ സ്വീറ്റ് ഹോം എന്ന് പറയുന്നത്. ആ സ്വീറ്റ് ഹോമിൽ നമ്മൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ അത് സ്വീറ്റ് ഹോം ആവില്ല, അവിടെ ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് സ്വീറ്റ് ഹോം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ വീട് നമുക്ക് മാത്രമായിട്ടുള്ളതാണ്, അവിടെ മറ്റുള്ളവർ വന്നാൽ ആ സ്വീറ്റ്നെസ് ഇല്ലാതെയാവും. तुम्हें यहाँ अच्छा लग रहा है पर सोचो प्रिय कि शराफत भी कोई चीज़ होती है और गेट आउट भी एक वाक्य है जो बोला जा सकता है. ഇപ്പോൾ പറയാണ്, നിനക്ക് ഇവിടെ ഇഷ്ടമായിട്ടുണ്ടാവും, പക്ഷേ എൻ്റെ പ്രിയ മിത്രമേ, ശരാഫത്ത് ക്ഷമിക്കുന്നതിനും കുറച്ച് അതിരുണ്ട്. ഗെറ്റ് ഔട്ട് എന്നൊരു വാക്കുണ്ട്, അത് പറയാനുള്ളതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നീ എത്തിക്കരുത് എന്നാണ് പറയുന്നത്. अपने गराटों से एक और रात गुंजयमान करने के बाद कल जो किरण तुम्हारे बिस्तर पर आएगी वह तुम्हारे यहाँ आगमन के बाद 5वें सूर्य की परिचित किरण होगी. ഗരാട്ടയം എന്ന് പറഞ്ഞാൽ കൂർക്കം വലി, ഗുഞ്ചയാൻമാൻ എന്ന് പറഞ്ഞാൽ പ്രതിധ്വനി. അപ്പോൾ നിൻ്റെ കൂർക്കം വലിയുടെ പ്രതിധ്വനി കൊണ്ട് നിറഞ്ഞ ആ മുറിയിൽ കൽ ജോ കിരൺ തുമാരെ ബിസ്തർ पर आएगी, നാളെ ആ സൂര്യകിരണങ്ങൾ നിൻ്റെ കട്ടിലേക്ക് വരുമ്പോൾ തുമാരെ യഹാം ആഗമൻ കെ, നീ ഇവിടെ വന്നിട്ട് 5वें സൂര്യക്ക് പരിചിത് കിരൺ ഹോഗി, 5ാമത്തെ സൂര്യൻ്റെ പരിചിതമായ ആ രശ്മിയായിരിക്കും നീ കാണാൻ പോകുന്നത്. ആശാഹേ വ തുമേ ജൂമേഗി, എനിക്കറിയാം, ഞാൻ പ്രതീക്ഷിക്കുന്നത് നിന്നെ ജൂമേഗി എന്ന് പറഞ്ഞാൽ മുഖത്ത് വന്ന് അടിക്കും ആ പ്രകാശരശ്മികൾ എന്നർത്ഥം. और तुम घर लौटने का സമ്മാനപൂർണ്ണ നിർണയം ലേ ലേങ്കെ. അപ്പോഴേക്കും നീ എന്ത് ചെയ്യും, തിരിച്ചു പോകാനായിട്ട് ഉള്ള തീരുമാനം നീ എടുക്കും. മേരി സഹനശീലതാക്കി വ അന്തിം സുബഹ ഹോഗി, എൻ്റെ ക്ഷമയുടെ അവസാനത്തെ ഒരു മോർണിംഗ് ആയിരിക്കും നാളെ. ഉസ്കെ ബാദ് മേ സ്റ്റേൻ നഹി കർ സകൂങ്ക അവർ ലഡ്കട ജാവുങ്ക. ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, ഇനി എൻ്റെ പരിധിയൊക്കെ വിട്ടു കഴിഞ്ഞു.
മേരെ അതിഥി മേ ജാൻതാ ഹൂം കി അതിഥി ദേവത ഹോത്താ ഹെ. എനിക്കറിയാം അതിഥി ദേവതയാണ്. അതിഥിയെ ദേവതയെ പോലെ കാണാൻ പാടുള്ളൂ. पर आखिर मैं भी मनुष्य हूँ. പക്ഷെ ഞാനൊരു മനുഷ്യനല്ലേ. मैं कोई तुम्हारी तरह देवता नहीं. ഞാൻ നിന്നെപ്പോലെ ദേവതയല്ല. ഏക് ദേവത और एक മനുഷ്യ अधिक देर साथ नहीं रहते. ഒരു ദേവനും ഒരു മനുഷ്യനും അധിക നേരം ഒന്നിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. ദേവത ദർശൻ ദേക്കർ ലൗട്ട് ജാത്തേ ഹെ. ദേവത എന്താണ്? ദർശൻ തന്നിട്ട് തിരിച്ചു പോകണം. തും ലൗട്ട് ജാവോ അതിഥി. നീ തിരിച്ചു പോകൂ അതിഥി. ഇസിമേ തുമാര ദേവത് സുരക്ഷിത ഹോഗ. അതിലായിരിക്കും നിന്റെ ദേവത്വം സുരക്ഷിതമായിരിക്കുന്നത്. യൗ മനുഷ്യ അപ്നി വാലി पर ഉത്തരേ. മനുഷ്യൻ്റെതായ സ്വഭാവം എടുക്കുന്നതിന് മുമ്പ് ഉസ്കെ പൂർവ്വ തും ലൗട്ട് ജാവോ. അതിന് മുമ്പ് നീ തിരിച്ചു പോകും. അല്ലെങ്കിൽ എനിക്കിനി നിന്നെ ഗെറ്റ് ഔട്ട് പറയേണ്ടി വരും, മോശമായ വാക്കുകൾ പറയേണ്ടി വരും. മനുഷ്യൻ്റെ ക്ഷമ നശിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. മനുഷ്യൻ്റെ കൺട്രോൾ വിടും. അപ്പം നീ ആ മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്നും പരിവർത്തനം ചെയ്യാണ്ട് നീ എത്രയും വേഗം തിരിച്ചു പോകും അതിഥി എന്നാണ് ലേഖകൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് എന്താ പറയുന്നത്? ഊഫ് തും കബ് ജാവോഗി അതിഥി. നീ എപ്പോഴാണ് പോകുന്നത് അതിഥി എന്ന് ക്ഷമ നശിച്ച് ലേഖകൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ചാപ്റ്ററിൽ ലേഖകൻ ഉദ്ദേശിക്കുന്നത്. പറയാതെ വന്ന ഒരു അതിഥി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, നമ്മളുടെ സ്വീറ്റ് ഹോം, ആ സ്വീറ്റ് ഹോമിനെ ഇല്ലാണ്ടാക്കരുത്. പുറത്തുനിന്ന് ഒരാൾ വന്ന് ആ സ്വീറ്റ് ഹോമിനെ ഇല്ലാതാക്കരുത് എന്നാണ് ലേഖനം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതൊക്കെയാണ് ഈ ചാപ്റ്ററിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.